പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതികൾ പിടിയിൽ. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയുടെ വിവിധ ഭാഗങ്ങളിലെ പെട്രോൾ പമ്പിൽ നിന്നും മോഷണം നടത്തിയ പ്രതികളെയാണ് പോലീസ് പിടികൂടിയത്. ബൈക്കിൽ കറങ്ങി നടന്ന് പെട്രോൾ പമ്പിലെത്തി അഡ്രസ്സ് തിരക്കുകയും ചില്ലറ ചോദിക്കുകയും ചെയ്ത ശേഷമാണ് ഇവർ പണമടങ്ങിയ ബാഗ് പിടിച്ചുവാങ്ങി കടക്കുന്നത്. നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിൽ പൊഴിയൂർ പോലീസാണ് പ്രതികളെ പിടികൂടിയത്. പൊഴിയൂർ ഉച്ചക്കടയിലെ പെട്രോൾ പമ്പിലെത്തി 500 രൂപയ്ക്ക് ചില്ലറ ചോദിച്ച ശേഷം ജീവനക്കാരൻ്റെ കയ്യിൽ നിന്നും പണം തട്ടിപ്പറിച്ചു കൊണ്ടുപോയ കേസിലാണ് ഇവർ പിടിയിലായത്. പൊഴിയൂരിൽ നിന്നും 8500 രൂപയും നെയ്യാറ്റിൻകര ഗ്രാമത്തിലെ പെട്രോൾ പമ്പിൽ നിന്നും വഴി ചോദിച്ച ശേഷം 20,000 രൂപയടങ്ങിയ ക്യാഷ് ബാഗും തട്ടിപ്പറിച്ചാണ് പ്രതികൾ കടന്നത്. ഇതേ ദിവസം തന്നെ മുക്കോലയിലെ പെട്രോൾ പമ്പിൽ നിന്നും 7500 രൂപയടങ്ങിയ ബാഗ് ജീവനക്കാരൻ്റെ കയ്യിൽ നിന്നും പിടിച്ചുപറിച്ചു കടന്നു കളഞ്ഞു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ വേളി ഭാഗത്തു നിന്നും പിടികൂടിയത്. മോഷ്ടിക്കുന്ന ബൈക്കുകളിൽ കറങ്ങി നടന്നാണ് ഇവരുടെ മോഷണ രീതിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പെട്രോൾ പമ്പുകളിലെത്തി അവരെ ദേഹോപദ്രവേൽപ്പിച്ച് പണം, അതായത് പെട്രോൾ പമ്പിൽ പെട്രോൾ നിറച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ ബാഗ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചെയിനായിട്ട് ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ചെയിനായിട്ട് നടത്തിയ മോഷണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഗ്രാമത്തിലുള്ള പെട്രോൾ പമ്പിൽ കയറി അവിടുന്ന് ഒരു 8500 രൂപ അടങ്ങിയ ബാഗ് കൊണ്ടുപോയ ഒരു കേസുണ്ട്. അതുകൂടാതെ പൊഴിയൂര് പെട്രോൾ പമ്പിൽ കയറി, മോർഗൻ പെട്രോൾ പമ്പ് അവിടെ കയറി അവരെ ദേഹോദ്രവേൽപ്പിച്ച് ഒരു 20,000 രൂപ കവർന്ന കേസുണ്ട്. കൂടാതെ വിഴിഞ്ഞത്ത് ഒരു പമ്പിൽ കയറി, പെട്രോൾ പമ്പ് മുക്കോലയിലുള്ള പെട്രോൾ പമ്പ് കയറി ഇതേ ഓപ്പറേഷൻ നടത്തി അവിടുന്ന് പണം തട്ടിയ കേസുണ്ട്. ഈ 3 കേസുകളിലും അറസ്റ്റാണ്. പിന്നെ ഇവർ ഈ മോഷണത്തിന് ഉപയോഗിച്ച ബൈക്ക് പേട്ട പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നും മോഷ്ടിച്ചതാണ്. നേരത്തെ ഇവർക്ക് നിരവധി കേസുകളുണ്ട്. നേരത്തെ പൂവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റോബറി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ബൈക്ക് മോഷ്ടിച്ച കേസുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്ന് നേരത്തെ ബൈക്ക് മോഷ്ടിച്ച കേസുകളുണ്ട്. നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ളവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഇവരുടെ ഇപ്പോഴത്തെ MO അതാണ്. പെട്രോൾ പമ്പിൽ രാത്രി ആ സമയങ്ങളിൽ വരിക, ആ സമയങ്ങളിൽ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ജീവനക്കാരെ ദേഹോദ്രവേൽപ്പിച്ച് അവരെ കയ്യിൽ നിന്ന് പണം, ഒരാള് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും, രണ്ടാമത്തെ ആള് ചെന്ന് ഉപദ്രവിച്ച് അത് തട്ടിയെടുത്തുകൊണ്ട് പോകും. ആ രീതിയിലുള്ള ഓപ്പറേഷനാണ്. ഇവരെ CCTV വിഷ്വൽസ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പൊഴിയൂർ SHOയും പൊഴിയൂർ സബ് ഇൻസ്പെക്ടറും ടീമും വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തുകയും ഈ പ്രതികളെ വേലി ഭാഗത്ത്, ബീച്ചിന്റെ ഭാഗത്ത് അവിടെ നിന്നും പിടിക്കുകയാണ് ഉണ്ടായത്. അല്ല, ഇനി ഒരാളെ കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അയാളുടെ ഐഡന്റിഫൈ ആയിട്ടുണ്ട്. അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അല്ല, 2 പമ്പുകളിൽ ഇവർ 2 പേരും, പിന്നെ വേറൊരു പമ്പിൽ വേറൊരാളാണ്. പുറകിലിരുന്ന ആൾ മാറ്റുക. അതില് 1-ാം പ്രതി സെയിം ആള് തന്നെയാണ്. 2-ാം പ്രതിയിൽ ഒരു കേസിൽ മാറ്റമുണ്ട്. അതെ, ഇവര് മോഷണത്തുക മുഴുവനും ആഡംബര ജീവിതത്തിന് തന്നെ ഉപയോഗിക്കുന്നു. മദ്യപിക്കാനും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവര് തമ്മിൽ നേരത്തെ പരിചയമുള്ളതാണ്. ജയിലിൽ വെച്ചുമൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം റൂറൽ SP സുദർശനന്റെ നിർദ്ദേശപ്രകാരം നെയ്യാറ്റിൻകര DYSP ഷാജിയുടെ നേതൃത്വത്തിൽ പൊഴിയൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആസാദ് അബ്ദുൽ കലാം തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘമാണ് പ്രതികളെ പിടികൂടിയത്.